അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ് നല്ലോണം സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവര് തികഞ്ഞൊരു ആലിമാണ്. എല്ലാ ഫന്നുകളും പഠിച്ച വലിയൊരു ആലിമാണ്. ആ ഇൽമനുസരിച്ച് അമല് ചെയ്ത നല്ലൊരു ആലിമാണ്. മഹാനവർകൾ ഇൽമു പഠിക്കുന്ന ഘട്ടത്തിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അത് സൂക്ഷ്മതയുടെ വലിയൊരു അടയാളമാണ്. എത്ര സുന്നത്തുകളാണോ ഇന്ന് ഉളൂഇനെ പറ്റി പഠിച്ച പാഠത്തിലുള്ളത്, ഇന്നു മുതൽ പ്രാക്ടിക്കലാക്കി തുടങ്ങി. കുളിയെപ്പറ്റി പഠിച്ച സുന്നത്തിൽ എത്ര സുന്നത്തുകളാണോ ഉള്ളത്, ആ സുന്നത്തുകൾ മുഴുവനും പാലിച്ച് കുളിച്ചു കഴിഞ്ഞു. എത്ര സുന്നത്തുകളാണോ ഭക്ഷണം കഴിക്കുന്നതിന് പഠിപ്പിക്കപ്പെട്ടത്, ഓരോ സുന്നത്തും പ്രാക്ടിക്കലായി നിലനിർത്തിപ്പോയി. അങ്ങനെയാകുമ്പോ ഇൽമിന് തിളക്കമേറുകയാണ്. മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കിയിട്ട് എപ്പോഴും അത് കൊണ്ട് നടന്നാൽ അറിയാത്ത കാര്യങ്ങൾ അള്ളാഹു പകർന്നു തരുന്നു, പഠിപ്പിച്ചു തരുന്നു. എങ്ങനെ പഠിപ്പിച്ചു തരുന്നു? പലരുടെയും ഇൽമ് നമുക്ക് പകർന്നു കിട്ടുന്നു. അല്ലെങ്കിലോ സഹോദരങ്ങളെ, ലദുന്നിയായ നിലക്ക് അല്ലാഹു തആല ഇൽമു കൊടുക്കുന്നതിനൊരു മാർഗം കൂടിയാണ്. പഠിച്ച കാര്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, വിടാതെ തന്നെ കൊണ്ടു നടക്കാനുള്ള സ്വഭാവം സ്വീകരിക്കുക. ഇൽമ് നല്ലോണം ആർജിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇൽമാണ് ലോകത്ത് ബാക്കി നിൽക്കുന്ന വലിയൊരു സമ്പത്ത്. ഇൽമിനെ പോലെ ബാക്കി നിൽക്കുന്ന സമ്പത്ത് എന്താ ഉള്ളത്? ഇൽമിനെ പോലെ ലോകത്ത് ബാക്കി നിൽക്കുന്ന സമ്പത്ത് ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒന്നുണ്ടോ? എല്ലാവരും പഠിക്കണം. ഇൽമിനെ പോലെ ബാക്കി നിൽക്കുന്ന സമ്പത്ത് എന്താ ലോകത്തുള്ളത്? നമ്മളെ നാട്ടില് ഇന്ത്യ രാജ്യത്ത് തന്നെ കോടീശ്വരന്മാർ എത്ര ആൾ മരിച്ചുപോയി. അവരെ സമ്പത്തൊക്കെ വീതം വെക്കപ്പെട്ടു പോയി. എന്താ ബാക്കിയുള്ളത്? ഒന്നും ബാക്കിയില്ല. ഒരു പോയി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ റളീനാ ഖിസ്മത്തൽ ജബ്ബാരി ഫീനാ ലനാ ഇൽമുൻ വലിൽ അഅദാഇ മാലു ഫഇന്നൽ മഹാല യഫ്നാ അൻ ഖരീബി വഇന്നൽ ഇൽമ യബ്ഖാ ലാ യസൂലു. അള്ളാഹു നമുക്ക് നൽകിയ വിഹിതം നമ്മൾ പൊരുത്തപ്പെട്ടു പോയി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അള്ളാഹു നൽകിയ വിഹിതം എന്താണ്? കുട്ടിക്കാലം മുതൽക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നടന്നും തങ്ങളെ കൂടെ അനുഭവിച്ചും ഒരുപാട് കാലം ഇൽമു പഠിക്കാനുള്ള അവസരം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു ലഭിച്ചു. കുട്ടിക്കാലം മുതൽക്ക് ഇതുപോലെ ലഭിച്ച ആരെങ്കിലും ഉണ്ടോ? വലിയൊരു ഭാഗ്യമല്ലേ ആ കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വസിക്കാനും തങ്ങളെ കൂടെ നടക്കാനും ഓരോന്നും പകർന്നെടുക്കാനും വലിയ ഭാഗ്യം കിട്ടിയ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹു നമുക്ക് നൽകിയ ഖിസ്മത്ത് ഇൽമാണ്. ഇൽമല്ലേ അള്ളാഹു നമുക്കിയ വിഹിതം, അത് നമ്മൾ പൊരുത്തത്തോടെ സ്വീകരിച്ചു. ഇൽമാണ് അള്ളാഹു നമുക്ക് നൽകിയ വിഹിതം. പലരും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹത്തിന് അന്വേഷിച്ച് വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹയെയാണ് സെലക്ട് ചെയ്തത്. എന്താണ് അലി റളിയല്ലാഹുവിന്റെ കയ്യിലുള്ളത്? മഹർ കൊടുക്കാനുള്ള 5 പൈസ പോലുമില്ല. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹർ കൊടുക്കാൻ നയാ പൈസ പോലും അലി റളിയല്ലാഹുവിന്റെ കയ്യിലില്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹുവിനെയാണ് സെലക്ട് ചെയ്തത്. പലരും അന്വേഷിച്ചിട്ട് അവസാനം അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, അലി നിങ്ങൾക്കായിരിക്കും ഒരു പക്ഷെ ആ ഭാഗ്യം ലഭിക്കാൻ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കോ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ആ വലിയ മഹദിയെ എനിക്ക് കിട്ടുന്നു. എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല, സ്വപ്നത്തിൽ പോലും ഞാനത് വിചാരിക്കുന്നില്ല. കാരണം എന്ത് അർഹതയുള്ളത്? ഒരു കുടുംബം പോറ്റാനുള്ള എന്തെങ്കിലും എൻ്റെ അടുക്കൽ വേണ്ട? ഒന്നുമില്ല.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി റളിയല്ലാഹുവിനെയാണോ തങ്ങൾ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, നഅം, അതെ, അലി റളിയല്ലാഹുവിനെ കാത്തിരിക്കുന്നത്. അലി റളിയല്ലാഹുവിന് വിവാഹത്തിനുള്ള വലീമത്തിനും മഹറിനും കാശ് ഒപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ സഹോദരങ്ങളെ? പുല്ലരിഞ്ഞ് വിറ്റിട്ടാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസാ, പുല്ലരിഞ്ഞ് വിറ്റിട്ട്. പുല്ലരിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകത്തെ കൊടുത്തു. ഒട്ടകത്തിന്റെ മേലെ കെട്ടായി ഏറ്റിക്കൊണ്ടുവരാനോ ഒരൊട്ടകത്തിനെ കൊടുത്തു. ആരാ കൊടുക്കുന്നത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒട്ടകവുമായി അലി റളിയല്ലാഹുവിന് പോയി ഒട്ടകത്തെ ഒരു ഭാഗത്ത് നിർത്തി ഒരു കൂലിപ്പണിക്കാരനെയും വിളിച്ചു. കാരണം അന്നൊക്കെ പുല്ല് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഉപ്പല്ലാത്തതുകൊണ്ടാണ്. അന്നൊക്കെ പുല്ല് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ നീളമുള്ള പുല്ലാണ്. വീട് മേയാനും ആലയുണ്ടാക്കാനും, ഇവിടെ ആല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആലയുണ്ടാക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ പുരകൾ വീടിന്റെ ചുറ്റുഭാഗത്ത് പല രൂപത്തിലുണ്ടാകും. അതിനൊക്കെ ഒരുക്കുന്നതാണ് പുല്ല്. അപ്പൊ ഈ പുല്ലിന് ആവശ്യക്കാരെമ്പാടും മാർക്കറ്റിൽ, മദീന മാർക്കറ്റിൽ വരും. ഒരു ദിവസം തന്നെ കെട്ടുകണക്കിന് പുല്ല് ചെലവായി പോകും. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് വേണം മഹറിനും വിവാഹ സദ്യക്കുമുള്ള ചെലവ് കണ്ടെത്താൻ. അങ്ങനെ അലി റളിയല്ലാഹുവിന് സന്തോഷത്തോടെ ഒരാളെയും കൂട്ടിയിട്ട് പുല്ലരിയാൻ വേണ്ടി കുന്നിന്റെ മുകളിൽ കയറി കെട്ടുകണക്കിന് പുല്ലരിഞ്ഞു. വല്ലാത്തൊരു സന്തോഷമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹായം ആലോചിച്ച് നോക്കൂ. തങ്ങളെ ഒരു സ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. എത്ര വലിയൊരു സ്നേഹമാണത്. ഒരു കഴിവും ഇല്ലാത്ത ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ തങ്ങൾ കണ്ട വേറിട്ടൊരു ഗുണമുണ്ട്, അത് ഇൽമാണ്. അള്ളാഹു മഹാനവറുകൾക്ക് നൽകിയ ഇൽമിന്റെ ഖദർ അത് വല്ലാത്തൊരു ഖദറാണ്. അതുകൊണ്ടാണ് തങ്ങൾ പറയാറുള്ളത്, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ ഇൽമിന്റെ ഒരു നഗരം, ഒരു പട്ടണമാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു അതിലേക്കുള്ള പ്രവേശന കവാടമാണ്. അപ്പൊ ആ നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം അലി റളിയല്ലാഹു അൻഹു ആകുമ്പോ അത് ചെറിയ കവാടമല്ലല്ലോ. മദീനത്തുൽ ഇൽം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഇൽമിന്റെ മദീനയിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ് അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് എത്രമാത്രം വലിയ വകുപ്പുണ്ട് ഇൽമിൽ. ഒരു സാധാരണ അളവ് പോരാ. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലാണ് സഹോദരങ്ങളെ അറബി വിജ്ഞാന ശാഖയിലെ നഹ്വ് എന്ന് പറയുന്ന വിജ്ഞാന ശാഖ രൂപപ്പെട്ടു വന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിലൂടെയും മറ്റുമാണ്. അല്ലെങ്കിൽ നഹ്വ് ഒന്നും ഉണ്ടാവില്ല. അലി റളിയല്ലാഹു അൻഹു യാറബ് ബിൻ ഖഹ്താൻ എന്ന് പറയുന്ന ആളോട് പറഞ്ഞു വ്യാകരണ ശാസ്ത്രം ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെയാണ് നഹ്വ് വന്നത്. അതല്ലാതെ ഇവിടുന്ന് കേരളത്തിലെ ഏതെങ്കിലും ഉസ്താദ്മാർ പതുക്കെ ഉണ്ടാക്കിയതല്ല നഹ്വ്. നേരത്തെ ഉണ്ടത്. അത് പിന്നീട് വിശദീകരിച്ച് പല ഭാഗങ്ങളിലായി വാള്യങ്ങളിലായി വന്നു. ആ ഇൽമിന്റെ വലിയ നിറസാഗരമായിരുന്ന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കെട്ടുകണക്കിന് പുല്ലരിഞ്ഞിട്ട് ആ പുല്ലൊക്കെ ഇങ്ങനെ കെട്ടുകെട്ടായി താഴെ കൊണ്ടുവന്ന് വെച്ച് ഒട്ടകത്തിന്റെ മുകളിലേക്ക് അത് കയറ്റാൻ വേണ്ടി പോകുമ്പോൾ ഒട്ടകത്തെ കാണുന്നില്ല. കെട്ടിയിട്ട സ്ഥലത്ത് ഒട്ടകത്തെ കാണുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ആകെ പേടിച്ചുപോയി. പടച്ചോനെ, കല്യാണത്തിന് വലീമത്തും മഹറൊക്കെ ഒപ്പിക്കാൻ വേണ്ടി ഈ ഒട്ടകപ്പുറത്താണ് ഈ പുല്ലേറ്റി കൊണ്ടുപോണ്ടത്. ഒട്ടകയുടെ ഒട്ടകത്തെ കാണാതിരുന്നപ്പോ മഹാനവർകൾ ചുറ്റുഭാഗവും തെരഞ്ഞു നോക്കുമ്പോ ആ ഒട്ടകത്തെയും അറുത്ത് റെഡിയാക്കി അതിന്റെ പല ഭാഗങ്ങളും എടുത്ത് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബും കൂട്ടരും ഒരു ഭാഗത്ത് അങ്ങനെ ചുട്ടും പൊരിച്ചും അങ്ങനെ കഴിക്കുന്നുണ്ട്. അന്ന് ഹംസത്ത് എന്നൊരു വ്യക്തമായി വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അത് ഹംസ റളിയല്ലാഹു അൻഹു മസ്ത് ബാധിച്ചിങ്ങനെ വരികയാണ്. മദ്യം പൂർണ്ണമായും വിരോധിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ കുടിച്ചിങ്ങനെ മസ്തിന്ന് നീരാതെ ഇങ്ങനെ വരുമ്പോ കണ്ടൊരാൾ പറഞ്ഞു, അലായാ ഹംസു ലിശ്ശുറുഫിൻ നബായി. ഹംസത്ത് എന്നോരെ നല്ല ഒട്ടകം, ഇങ്ങനെ നല്ല പൂഞ്ഞയൊക്കെ പൊന്തി നിൽക്കുന്ന ഒട്ടകത്തെ കണ്ടില്ലേ? ഒന്ന് അരിഞ്ഞു മാറ്റിയിട്ട് അതിൻ്റെ പൂഞ്ഞെടുത്തിട്ട് ഒന്ന് ചുട്ടെടുത്ത് കഴിച്ചാൽ എന്ത് രസമുണ്ടാകും. പറയേണ്ട താമസം അറവ് കഴിഞ്ഞു.
അലി റളിയല്ലാഹു അൻഹു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നബിയെ തങ്ങൾ എനിക്ക് തന്ന ഒട്ടകത്തെ അറുക്കപ്പെട്ടു പോയി. ഹംസത്ത് എന്നോരും കൂട്ടരും അതിനെ അറുത്തിട്ടതിൻ്റെ മാംസം ഇങ്ങനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരാ മസ്തിലാണ് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചെന്ന് നോക്കിയപ്പോ എല്ലാവരും നല്ല ഒട്ടകത്തിന്റെ ഇറച്ചി ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടു പോയി. ജീവിതോപാധിക്ക് വേണ്ടി തങ്ങൾ തന്ന ഒരൊട്ടകം, ആ ഒട്ടകവും നഷ്ടപ്പെട്ടു പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു, വിഷമിക്കേണ്ടതില്ല. തങ്ങൾ വേറൊരു ഒട്ടകം വാങ്ങിക്കൊടുത്തു അലി റളിയല്ലാഹു അൻഹുവിന്. അതിൻ്റെ മേലെയാണ് പുല്ലരിഞ്ഞ് ഏറ്റിക്കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് വലിയ മഹത്വം കിട്ടിയത് ഇൽമിന്റെ ദറജയാണ്, ഇൽമിന്റെ ഉയർച്ചയാണ്. അതാണ് മഹാനവറുകൾ പറഞ്ഞത്, റളീന ഖിസ്മത്തൽ ജബ്ബാരി ഫീനാ ലനാ ഇൽമുൻ വലിൽ അഅദാഇ മാലൂ. നമുക്ക് അല്ലാഹു ഇൽമു തന്നിട്ടുണ്ട്, ശത്രുക്കൾക്ക് അല്ലാഹു ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഫഇന്നൽ മാല യഫ്നാ അൻ ഖരീബി, സമ്പത്ത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. എത്ര പെട്ടെന്നാ സഹോദരങ്ങളെ സമ്പത്ത് തീർന്നു പോകുന്നത്. ഒരാളങ്ങ് മരണപ്പെട്ടു നോക്കട്ടെ, അയാളെ സമ്പത്ത് ഒരൊറ്റ ദിവസം കൊണ്ട് വിഹിതം വെക്കപ്പെട്ടു പോയില്ലേ. ആ സമ്പത്ത് കൊണ്ട് ദുനിയാവിൽ എന്തെല്ലാം ഹൈറുകൾ ചെയ്തിരുന്നോ അത് ബാക്കിയായി കിട്ടിപ്പോയി. അതേ സമയത്ത് ശേഷിച്ചു വെച്ചതോ അത് ഓരോരുത്തരുടെയും കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോയി. വഇന്നൽ ഇൽമ യബ്ഖാ ലാ യസൂലു, അറിവ് എന്നും നിലനിൽക്കും, അത് നീങ്ങിപ്പോവുകയില്ല, ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പകർന്നു നൽകിയ ഇൽമ്, ആ ഇൽമുകൾ മുഴുവനും ക്രോഡീകരിക്കപ്പെട്ടു പോയി. ആ ഇൽമിൽ ക്രോഡീകരിക്കപ്പെട്ടു പോയി. നമുക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ആ ഇൽമുകളിൽ നിന്ന് മഹാരഥന്മാർ മസ്അലകൾ മനനം ചെയ്തെടുത്ത് മുസ്ലിം ലോകത്തിന് വേണ്ടി ക്രോഡീകരിക്കപ്പെട്ട രീതിയിൽ തയ്യാറാക്കി കൊടുത്തു. ആ കസേര ഇങ്ങോട്ട് കൂട്ടിയിട്ടാൽ മതി, ഒരു നടുവിലൊരു വഴി ആവശ്യമില്ല, അങ്ങോട്ട് കൊണ്ട് കൂട്ടിയിട്ടാൽ എന്നാൽ പിന്നെ അവിടെ ഇരിക്കാനൊരു സുഖമാണ്. മറ്റേ ബോക്സിൻ്റെ അടുത്താവുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങോട്ട് കൊണ്ട് കൂട്ടിയിട്ടാൽ